കിഴക്കിൻ്റെ കവാടം കാഞ്ഞിരപ്പള്ളി. റബ്ബർ എന്ന വിജയമന്ത്രവും മലഞ്ചരക്കിൻ്റെ സുഗന്ധവുമായി കാഞ്ഞിരപ്പള്ളിയുടെ പെരുമ കടലേഴും കടന്നു കഴിഞ്ഞു. കേരളത്തിൻ്റെ കാർഷിക ഭൂപടത്തിലെ കേന്ദ്രസ്ഥാനമായി കാഞ്ഞിരപ്പള്ളിയെ കരുതിപ്പോരുന്നു. ഈ പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്താണ് NHIUP സ്കൂളിൻ്റെ സ്ഥാനം. ചരിത്രപ്രസിദ്ധമായ നൈനാർ പള്ളിയുടെ സമീപം വലിയ കുന്നത്ത് കുടുംബം വകയായി ഈ വിദ്യാലയം സ്ഥിതി ചെയ്യുന്നു. ഇവിടെ നടന്ന ക്ലീൻ കാഞ്ഞിരപ്പള്ളി എന്ന പഠനവും അതിൻ്റെ ഭാഗമായി നടന്ന പ്രവർത്തനങ്ങളും സവിശേഷ ശ്രദ്ധയാകർഷിക്കുന്നു. വർഷം മുഴുവൻ നീളുന്ന പഠന പരിപാടികളിലൂടെ ഒരു ജനതയുടെ ചിന്താധാരകളിലും കർമ്മശേഷിയിലും വിപ്ലവകരമായ മാറ്റങ്ങൾ ലക്ഷ്യമിട്ട ഒന്നാണ് ക്ലീൻ കാഞ്ഞിരപ്പള്ളി പ്രോജക്റ്റ്. ഞങ്ങളേവരും ഇന്നിൻ്റെ വക്താക്കളാണ്, നാളെ ഇവിടെ ജീവിക്കേണ്ടവരും. ആ തിരിച്ചറിവാണ് ഇത്തരമൊരു പഠനത്തിന് ഞങ്ങളെ പ്രേരിപ്പിച്ചത്. ആരോഗ്യം, ശുചിത്വം, രോഗനിർമ്മാർജ്ജനം, സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികൾ, അത്യാധുനിക സാങ്കേതിക വിദ്യ, ഇങ്ങനെ നീണ്ടുപോകുന്നു നമ്മുടെ കേരള മോഡൽ വികസനം. എന്നാൽ ഇതിനൊക്കെ അപ്പുറം പനിച്ചു വിറങ്ങലിച്ച് നിൽക്കുന്ന ഒരു കേരളത്തിൻ്റെ ചിത്രം കൂടി നാം കാണേണ്ടതുണ്ട്. പനി വന്നാൽ നന്നായി പനിക്കണമെന്നാണ് പഴയ പ്രമാണം. എന്നാൽ ഇന്ന് നന്നായി പനിച്ചാൽ ആയുസ് തീരുമെന്നതാണ് യാഥാർത്ഥ്യം. പനിയോ ചുമയോ പിടിപെട്ടാൽ ഒരു ദിവസം പുതച്ചുമൂടി ചുക്ക് കാപ്പിയും കുടിച്ച് വീട്ടിലിരിക്കുന്ന മലയാളിയെ മുൻപ് കാണാൻ കഴിയുമായിരുന്നു. എന്നാൽ ഇന്നാക്കാലം പാടെ മാറിക്കഴിഞ്ഞു. സാധാരണ പനിയകറ്റുവാനുള്ള പാരാസെറ്റമോൾ എന്ന ശരാശരി മലയാളിയുടെ പനിയകറ്റാൻ പര്യാപ്തമല്ല. അതിലും അപ്പുറമായി ഡോളോ എന്ന പേരിൽ അറിയപ്പെടുന്ന ഗുളിക മുടങ്ങാതെ കഴിക്കുന്ന ശീലത്തിൽ എത്തിക്കഴിഞ്ഞു അവൻ. ഇത് മാരകമായ പല രോഗങ്ങളിലേക്കും നമ്മെ നയിക്കുന്നുവെന്ന സത്യം നാം മനസ്സിലാക്കണം. നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങൾ പാടെ തകർന്നു കഴിഞ്ഞു. റബ്ബറിൻ്റെ, കുരുമുളകിൻ്റെ, മലഞ്ചരക്കിൻ്റെ, കാർഷിക സംസ്കൃതിയുടെ, കച്ചവടത്തിൻ്റെ ഒക്കെയും കേന്ദ്രമെന്ന ഖ്യാതി നമുക്കുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നാടിൻ്റെ ജീവനാഡിയായ ചിറ്റാർപ്പുഴയെ മാലിന്യ കൂമ്പാരമാക്കുന്നുവെന്ന ദുഷ്പേരാണ് കാഞ്ഞിരപ്പള്ളിക്കുള്ളത്. നമ്മുടെ പ്രദേശത്തെ ആരോഗ്യ പ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരും എല്ലാം തന്നെ വളരെ ശ്ലാഘനീയമായ രീതിയിൽ ശുചിത്വ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിലും ബോധവൽക്കരണത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ടെങ്കിൽ പോലും അടുത്ത കാലത്ത് കാണുന്ന ഒട്ടുമുക്കാൽ പകർച്ചവ്യാധികളും നമ്മുടെ നാട്ടിലും കണ്ടുവരുന്നു. ഇതിനൊരു അറുതി വരുത്തേണ്ടത് നമ്മുടെ ആവശ്യമാണ്. വിശുദ്ധ ഖുർആൻ പറയും പോലെ മനുഷ്യകരങ്ങൾ പ്രവർത്തിച്ചതിന്റെ ഫലമായി കടലിലും കരയിലും നാശങ്ങൾ വിതയ്ക്കുന്നു. ഇത് ഓരോ വ്യക്തിയും തിരിച്ചറിയണം. ഇതിനായി വരും തലമുറയുടെ വാഗ്ദാനങ്ങളായ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന ചിന്തയാണ് ഈ പ്രോജക്റ്റ് ചെയ്യാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചത്. ഇവിടുത്തെ കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും ഒത്തുചേർന്ന് നടത്തിയ ചർച്ചയിൽ ഇത്തരമൊരു പഠനം പ്രവൃത്തിപഥത്തിൽ എത്തിച്ചാൽ ഒരു നാടിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റിയെഴുതാൻ കഴിയുന്ന ആശയങ്ങളാണ് രൂപപ്പെട്ടത്. ഏറ്റവും അധികം സാധാരണക്കാർ ഇടതിങ്ങിപ്പാർക്കുന്ന, ഏറെ കച്ചവട സ്ഥാപനങ്ങളുള്ള, എന്നാൽ അതിനൊപ്പം ഭൂലഭ്യതയില്ലാത്ത പ്രദേശം കൂടിയാണ് കാഞ്ഞിരപ്പള്ളി. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ജനങ്ങളുടെ പൊതുപ്രശ്നങ്ങളുടെ ഒരു പരിച്ഛേദം ഞങ്ങൾക്ക് ലഭിക്കേണ്ടതുണ്ടായിരുന്നു. ജൂൺ മാസത്തിൽ ചേർന്ന SRG യോഗത്തിൽ ക്ലീൻ കാഞ്ഞിരപ്പള്ളി എന്ന പ്രോജക്റ്റ് ഏറ്റെടുക്കുന്നതിനെപ്പറ്റി ചർച്ച ചെയ്തു. തുടർന്ന് പ്രോജക്റ്റിന്റെ രൂപരേഖ തയ്യാറാക്കുകയും സിദ്ദിഖ് സാർ, ദീപ ടീച്ചർ, അമ്പിളി ടീച്ചർ, ബിന്ദു ടീച്ചർ എന്നിവർ ഉൾപ്പെട്ട കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്തു. പഠനത്തിന്റെ ആദ്യപടി എന്ന നിലയിൽ ജനങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ അറിയുന്നതിനായി ഒരു സർവേ നടത്തുവാൻ തീരുമാനിച്ചു. ജൂലൈ മാസത്തിൽ കുട്ടികളുടെ പങ്കാളിത്തത്തോടെ സർവേയ്ക്ക് ആവശ്യമായ ചോദ്യാവലി തയ്യാറാക്കി. PTA പൊതുയോഗത്തിൽ ഹെഡ്മിസ്ട്രസ് വിഷയം അവതരിപ്പിച്ചു. ഓഗസ്റ്റ് 3-ാം തീയതി സർവേ ഫോം വേണ്ട നിർദ്ദേശങ്ങളോടെ കുട്ടികൾക്ക് വിതരണം ചെയ്തു. സർവേയ്ക്ക് ആവശ്യമായ ചോദ്യാവലി തയ്യാറാക്കിയപ്പോൾ കുട്ടികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ഒരൊറ്റ ലക്ഷ്യമേ മുന്നിലുണ്ടായിരുന്നു. ഇതൊരു കടലാസ് പദ്ധതിയായി മാറരുത്, മറിച്ച് കാഞ്ഞിരപ്പള്ളിയുടെ ഹൃദയത്തിലടിഞ്ഞ മാലിന്യങ്ങളെ നീക്കം ചെയ്യുവാനുള്ള ഒരു ബൈപ്പാസ് ഓപ്പറേഷനായി ഇത് മാറണം. പഞ്ചായത്തിന്റെ എല്ലാ വാർഡുകളിലുമുള്ള NHIUP സ്കൂളിലെ കുട്ടികൾ ഒരു കുട്ടി 5 വീടെന്ന കണക്കിൽ 2500ഓളം വീടുകൾ കയറി നടത്തിയ ബൃഹത്തായ വിവരശേഖരണം. ഞങ്ങൾ പ്രശ്നങ്ങൾ അനുഭവിച്ചറിയുകയായിരുന്നു. പുറമേ കാണുന്ന നാഷണൽ ഹൈവേയുടെ മിനുമിനുപ്പൊന്നും കാഞ്ഞിരപ്പള്ളിയുടെ ഉൾനാടുകളിൽ ഇല്ലെന്ന് ഞങ്ങൾ കണ്ടറിഞ്ഞു. ഇറ്റു കുടിനീരിനായി അലയുന്നവർ, മലിനമാക്കപ്പെട്ട ജലസ്രോതസ്സുകൾ, അശാസ്ത്രീയമായ മാലിന്യ സംസ്കരണം, ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ, കാലാവസ്ഥാ വ്യതിയാനം, അറിഞ്ഞും അറിയാതെയും നിയമലംഘനം നടത്തുന്ന പൊതുജനം, അവയെ വേണ്ടത്ര ശ്രദ്ധിക്കാത്ത നിയമഭരണ സംവിധാനങ്ങൾ, എല്ലാം ഞങ്ങൾ തിരിച്ചറിഞ്ഞു. ആഴ്ചകൾ നീണ്ട സർവേക്കൊടുവിൽ ക്ലാസ് അടിസ്ഥാനത്തിലും പിന്നീട് പ്രോജക്റ്റ് വർക്ക്ഷോപ്പ് രീതിയിലും ഞങ്ങൾ കണ്ടെത്തലുകൾ പങ്കുവച്ചു. കച്ചവട സ്ഥാപനങ്ങളിൽ നിന്നുള്ള മാലിന്യങ്ങൾ, തോടുകൾ, കുളങ്ങൾ, ഓടകൾ, റബ്ബർ ചിരട്ടകൾ, പുഴകൾ, കോളനികളിലെ മാലിന്യങ്ങൾ, അറവുശാലകളുടെ പരിസരം,
ശുദ്ധജലത്തിന്റെ അഭാവം, സ്ഥലപരിമിതി, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, കോളനി പ്രദേശങ്ങളിൽ നിന്നുള്ള മാലിന്യങ്ങൾ പ്ലാസ്റ്റിക് കവറുകളിൽ ശേഖരിച്ച് വഴിയോരങ്ങളിലും പുഴകളിലും നിക്ഷേപിക്കുന്ന ശോചനീയ രംഗങ്ങളും ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. മിക്ക നിർത്തട പ്രദേശങ്ങളിലും താമസിക്കുന്നവർ ഈ ജലമാർഗങ്ങളിലാണ് മുഴുവൻ മാലിന്യങ്ങളും നിക്ഷേപിക്കുന്നത്. നിലവിൽ പഞ്ചായത്ത് കളക്ട് ചെയ്യുന്ന വേസ്റ്റുകൾ ടൗൺ ഹാൾ പരിസരത്താണ് നിക്ഷേപിക്കുന്നത്. ഈ വേസ്റ്റുകൾ ജീർണിച്ച് ചിറ്റാർപ്പുഴയിലേക്കാണ് ഒലിച്ചിറങ്ങുന്നത്. ഒരു പ്രദേശത്തിന്റെ, ഒരു ജനതയുടെ, ഒരു സമൂഹത്തിന്റെ, ഒരു സംസ്കാരത്തിന്റെ തന്നെ പുരോഗതിയുടെ, വളർച്ചയുടെ, ആരോഗ്യത്തിന്റെ പ്രതീകമാണ് നദികൾ. പുഴകൾ, നീർത്തടങ്ങൾ എല്ലാം സംസ്കാരങ്ങളുടെ ഉറവിടമാണ്. ചിറ്റാർപ്പുഴയിലെ വെള്ളം മലിനീകരണ നിയന്ത്രണ ബോർഡ് പരിശോധന നടത്തിയതിന്റെ ഫലങ്ങൾ നമ്മെ ഞെട്ടിപ്പിക്കുന്നതാണ്. കോളിഫോം ബാക്ടീരിയ ഒട്ടും പാടില്ലാത്തിടത്ത് ബാക്ടീരിയയുടെ അളവ് 5000 ഇരട്ടി കൂടുതലാണ്. ഇത് സാധാരണ ജലത്തിൽ 2% മാത്രമേ പാടുള്ളൂ. ഈ ജലത്തിൽ ജീവജാലങ്ങൾക്ക് ജീവൻ അസാധ്യമാണ്. സാമാന്യജനം ഇതറിയുന്നില്ല. കാഞ്ഞിരപ്പള്ളിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒപ്പിയെടുത്ത അഴുക്കിന്റെയും ചപ്പുചവറുകളുടെയും വേസ്റ്റിന്റെയും ദൃശ്യങ്ങൾ ഞങ്ങളുടെ പഠനങ്ങളുടെ സാധ്യതകൾ അടിവരയിടുന്നു. ജനതയുടെ ആകുലതകൾ പ്രതിഫലിച്ച സർവേയുടെ ക്രോഡീകരണം കുട്ടികൾക്ക് പുതിയൊരു അനുഭവമായി മാറി. ആദ്യഘട്ടമെന്ന നിലയിൽ ക്ലാസ് അടിസ്ഥാനത്തിൽ അധ്യാപകർ പൂരിപ്പിച്ച സർവേ ഫോമുകൾ കുട്ടികളിൽ നിന്നും ശേഖരിച്ചു. തുടർന്ന് ക്ലാസ് അടിസ്ഥാനത്തിൽ ഫയൽ ചെയ്യുകയും പ്രോജക്റ്റ് വർക്ക്ഷോപ്പ് വേളയിൽ ശ്രദ്ധേയമായ നിർദ്ദേശങ്ങൾ ചേർത്ത് കുട്ടികളുടെ റിപ്പോർട്ട് വിപുലീകരിക്കുകയും ചെയ്തു. ജനവികാരം ജനപ്രതിനിധികളുടെ ഇടപെടലുകളിലൂടെ മാത്രമേ ഉദ്ദേശിച്ച ലക്ഷ്യം കണ്ടെത്തുകയുള്ളൂ. ഈയൊരു ലക്ഷ്യത്തിന്റെ സാക്ഷാത്കാരമാണ് 2009 നവംബർ 16 നടന്ന ക്ലീൻ കാഞ്ഞിരപ്പള്ളി സെമിനാർ. കാഞ്ഞിരപ്പള്ളി MLA ശ്രീ അൽഫോൺസ് കണ്ണന്താനം വലിയ പ്രശസ്തമായ കോളേജിലും യൂണിവേഴ്സിറ്റിയിലും, ഞാൻ ഒരു യൂണിവേഴ്സിറ്റിയിലെ മന്ത്രിയാണ്, സിൻഡിക്കേറ്റ് മെമ്പറാണ്, ഗുജറാത്തിലെ സയൻസ് ആൻഡ് ടെക്നോളജി യൂണിവേഴ്സിറ്റിയിലെ മന്ത്രിയാണ്. അവിടുത്തെ കുട്ടികൾക്ക് പോലും ഇല്ലാത്ത വിവരം, അവിടുത്തെ സാറന്മാർക്ക്, പ്രൊഫസേഴ്സ് പോലും ഇല്ലാത്ത വിവരം ഇവിടുത്തെ സാറന്മാർക്ക്, ഒരു UP സ്കൂളിലെ സാറന്മാർക്കും കുട്ടികൾക്കും എങ്ങനെ ഉണ്ടായി എന്നുള്ള വലിയ അത്ഭുതമാണ്. വലിയ ഒന്ന് കൈയടിക്കണം ഈ പിള്ളേർക്ക്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ VP ഇസ്മായിൽ തുടങ്ങിയ ജനനേതാക്കളുടെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായിരുന്നു ക്ലീൻ കാഞ്ഞിരപ്പള്ളി സെമിനാർ. ആരോഗ്യ മാലിന്യ പ്രശ്നങ്ങളിൽ എന്നും ജനങ്ങൾക്കൊപ്പം നിലകൊണ്ട ചരിത്രമുള്ള ഇവർ കുട്ടികളുടെ പഠനങ്ങൾക്ക് ശരിയായ പിന്തുണ അറിയിക്കുകയും ജനങ്ങളുടെ ചിന്താധാരയിൽ ഇത്തരം പഠനങ്ങൾ ഉണ്ടാക്കാവുന്ന മാറ്റങ്ങളെ പ്രകീർത്തിക്കുകയും ചെയ്തു. വിവിധ സർക്കാർ വകുപ്പുകൾ, പ്രത്യേകിച്ച് ആരോഗ്യ വകുപ്പ്, തുടർന്നുള്ള കാര്യങ്ങളെ പ്രവൃത്തി പദത്തിലെത്തിക്കുവാൻ വേണ്ട സഹായങ്ങൾ ഉറപ്പു നൽകി. ഇതുപോലുള്ള പഠനങ്ങളും സെമിനാറുകളും ഒരുപാട് കണ്ടവരാണ് കാഞ്ഞിരപ്പള്ളിക്കാർ. അതുകൊണ്ട് തന്നെ ഇവിടെ ഉരുത്തിരിഞ്ഞ നിർദ്ദേശങ്ങൾ പ്രയോഗ തലത്തിൽ എത്തിക്കുന്നതിനെക്കുറിച്ച് ഏവരും സന്ദേഹം പ്രകടിപ്പിച്ചു. എന്നാൽ സ്കൂളിലെ 650-ലേറെ വരുന്ന കുട്ടികളും അവരുടെ രക്ഷിതാക്കളും പ്രകടിപ്പിച്ച നിശ്ചയദാർഢ്യം തുടർന്നുള്ള പ്രവർത്തനങ്ങളുടെ കരുത്തുകൂട്ടി. വിവിധ സർക്കാർ വകുപ്പുകളെയും സന്നദ്ധ സംഘടനകളെയും ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു വിളംബര റാലിയാണ് അടുത്തതായി സംഘടിപ്പിച്ചത്. ഞങ്ങൾ ആദ്യമേ തീരുമാനിച്ച ഒന്നുണ്ട്: ഇതൊരു സാധാരണ ജാഥ ആയിരിക്കരുത്. കാഴ്ചക്കാരായ ജനങ്ങൾക്ക് നമ്മുടെ ഉദ്ദേശശുദ്ധി തിരിച്ചറിയുവാനും നിർദ്ദേശങ്ങൾ പകർത്തുവാനും കഴിയുന്ന ഒന്നായി ഇതിനെ മാറ്റണം. റാലിക്കായി നടത്തിയ മുന്നൊരുക്കങ്ങളിൽ ഒട്ടേറെ പ്ലക്കാർഡുകൾ, പോസ്റ്ററുകൾ, പ്ലാസ്റ്റിക്കിന് ബദലായി ഉപയോഗിക്കാവുന്ന ഉൽപ്പന്നങ്ങൾ, പ്രകൃതി സൗഹൃദ കരകൗശല വസ്തുക്കൾ തുടങ്ങിയവ രൂപപ്പെട്ടു. പ്ലാസ്റ്റിക് പൊതിച്ചോറിന്റെ തലമുറയെ വാഴയില പൊതിച്ചോറിന്റെ നല്ല കാലത്തിലേക്ക് തിരികെ നടത്തുന്ന കാഴ്ചകളാണ് ഡിസംബർ 22 നടന്ന റാലിയിലൂടെ കണ്ടത്. പ്രദേശത്തെ വ്യാപാരി വ്യവസായി സുഹൃത്തുക്കളും ടാക്സി ഡ്രൈവർമാരുമെല്ലാം തുടർന്നുള്ള ശുചിത്വ പരിപാടികൾ ഊർജിതമാക്കുന്നതിനുള്ള സഹായങ്ങൾ വാഗ്ദാനം ചെയ്തു. ഇതിന്റെ ഭാഗമായി ശുചിത്വത്തിന്റെ മഹത്വം ഉദ്ഘോഷിക്കുന്ന 1000-ഓളം സ്റ്റിക്കറുകൾ പട്ടണത്തിൽ ഉടനീളം പതിപ്പിച്ചു. ചിറ്റാർ പുഴയെന്ന ജീവനാഡിയെ മാലിന്യമുക്തമാക്കാൻ വേണ്ട നിർദ്ദേശങ്ങൾ പുഴയോരത്ത് പൊതുജനങ്ങൾക്ക് വായിച്ചു മനസ്സിലാക്കുവാനുള്ള ബോർഡിന്റെ രൂപത്തിൽ സ്ഥാപിക്കുവാനും കഴിഞ്ഞു. ഇത്രയൊക്കെ പ്രവർത്തനങ്ങൾ നടന്നിട്ടും കാര്യങ്ങൾ പഴയപടി തന്നെയെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. ആ തിരിച്ചറിവാണ് വിദ്യാലയം ഒന്നാകെ ഇറങ്ങി നടത്തിയ ശുചീകരണ യജ്ഞം. സമൂഹത്തിന് മാതൃകയാകേണ്ടവരാണ് വിദ്യാർത്ഥികൾ. മണ്ണിലടിഞ്ഞ അഴുക്ക് നീക്കം ചെയ്യുന്നത് മനസ്സിന്റെ വെണ്മ വർദ്ധിപ്പിക്കും. കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്തും ആരോഗ്യവകുപ്പും വ്യാപാരികളും ഡ്രൈവർമാരും എന്നുവേണ്ട സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ളവർ കുട്ടികൾക്കൊപ്പം അണിചേർന്നു. സമൂഹത്തിന്റെ നാണക്കേടുകൾ തൂത്തുവാരുന്ന കുരുന്നുകൾ. അല്പമെങ്കിലും ആത്മാഭിമാനം ബാക്കിയുള്ളവൻ വീണ്ടും തെറ്റുകൾ ആവർത്തിക്കുവാൻ മടിക്കുന്ന കാഴ്ചകളാണ് ഇവിടെ കണ്ടത്. ഇവിടെ ലഭിച്ച വിമർശനങ്ങളെ ഞങ്ങൾ ഹൃദയത്തിലേറ്റുവാങ്ങുന്നു. കാരണം ആ വിമർശകർ തന്നെയാണ് കാഞ്ഞിരപ്പള്ളി എന്ന സുന്ദര ഗ്രാമത്തെ വിഴുപ്പ് കൂമ്പാരമാക്കി മാറ്റിയത്.
ഒപ്പം തന്നെ ഓരോ വീട്ടിലും മാലിന്യ സംസ്കരണ യൂണിറ്റുകൾ, ദിവസവും സംസ്കരിക്കപ്പെടുന്ന മാലിന്യങ്ങൾ, കൃത്യമായ മാനേജ്മെന്റ് സംവിധാനത്തിലൂന്നിയ സംസ്കരണ പ്ലാന്റുകൾ എന്നിവ നടപ്പാക്കുന്നതിനായുള്ള നിർദ്ദേശങ്ങൾ ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾക്ക് സമർപ്പിച്ചു കഴിഞ്ഞു. ഇവിടെ പഠനം തീരുകയല്ല, മറിച്ച് സമൂഹം പഠനത്തെ ഏറ്റെടുക്കുകയും നന്മകൾ തിരിച്ചറിഞ്ഞ് പ്രായോഗിക തലത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന സുദിനത്തിനായി കുരുന്നുകളുടെ യാത്ര തുടരുകയാണ്.